മഴക്കാലവും കുട്ടികളും ഇല്ലേ, ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നത് കുട്ടികൾക്കാണ്. കാരണം അവർക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ അവരെ നേരിടുന്നത്. മറ്റൊന്നുമല്ലേ, മഴയത്ത് കളിക്കാനും വെള്ളത്തിൽ കളിക്കാനും കുട്ടികൾക്ക് എല്ലാം ഇഷ്ടമാണ് അല്ലേ. അത് കാണുമ്പോൾ വീട്ടുകാർക്ക് വളരെയധികം ബുദ്ധിമുട്ടും തോന്നും, പക്ഷേ പാവവും തോന്നും അല്ലേ. അപ്പം നമ്മൾ ഈ മഴക്കാലം ആകുമ്പോഴത്തേക്കും നമുക്ക് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. എന്നുവെച്ചാൽ നമുക്ക് ചിലപ്പം വീട്ടിലാരും പുറത്തേക്ക് പോകുന്നവരുണ്ടാവില്ല. ചിലപ്പം ഈ മഴ കാരണം പുറത്തേക്ക് പോകുവാൻ ചിലപ്പം വണ്ടിയിലോ ഒക്കെ പോകാനുള്ള ബുദ്ധിമുട്ടായിരിക്കും, നടന്നു പോകാൻ അങ്ങനെയൊക്കെ ഉള്ള ബസ്സിൽ പോകാൻ എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ടാണല്ലോ ഈ മഴക്കാലം എന്ന് പറയുന്നത്. പിന്നെ ചിലപ്പം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളോ വന്നു കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ട്, ഹോസ്പിറ്റലിൽ പോലും പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സമയം വരെ നമ്മുടെ ജീവിതത്തിൽ ഈ മഴക്കാലത്തുണ്ടാകും. അപ്പം കുട്ടികളായാലും മുതിർന്നവരായാലും ഇപ്പം മഴക്കാലമാണ്, അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട മരുന്നുകൾ എന്തൊക്കെയാണ്, നിങ്ങൾ സ്ഥിരം കഴിക്കുന്നതും അല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള മരുന്നുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. അത് നോക്കുക, എന്തോരം ഉണ്ട്, അത് കുറച്ച് കൂടുതലായിട്ട് വാങ്ങി വെക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതാണെങ്കിൽ കൂടുതലായിട്ട് 1-2 മാസത്തേക്കൊക്കെ കൂടുതലായിട്ട് വാങ്ങി വെക്കുക. വാങ്ങുമ്പോൾ ഒരു കാര്യം നോക്കുക, അത് എത്ര നാൾ ഉപയോഗിക്കുക, എക്സ്പയറി ഡേറ്റ് നോക്കിയതിന് ശേഷം വാങ്ങി വെക്കുക. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ സെപ്പറേറ്റ് ഒരാഴ്ചത്തേക്കുള്ളത് വെക്കുക, ബാക്കിയുള്ളത് ഭദ്രമായിട്ട് ഈർപ്പമൊന്നും തട്ടാത്ത രീതിയിൽ സൂക്ഷിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ ചില സിറപ്പുകളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് സുരക്ഷിതമായിട്ടൊക്കെ വയ്ക്കുക. പിന്നെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ജലദോഷമായാലും ചൂടായാലും അല്ലെങ്കിൽ ഛർദിലോ വയറിനസുഖം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ, അപ്പോൾ ഇതൊക്കെ അമ്മമാർക്കറിയാം ഇത് ഏതൊക്കെ മരുന്നാണ് ഡോക്ടേഴ്സ് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം കുട്ടികളുടെ കാര്യം അത് പ്രത്യേകം നോക്കുക. പിന്നെ ടെമ്പറേച്ചർ നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള തെർമോമീറ്ററൊക്കെ നല്ലതാണോ എന്നൊക്കെ നോക്കി ചെക്ക് ചെയ്ത് വയ്ക്കുക. ഇല്ലെങ്കിൽ അധികം വിലയൊന്നുമില്ല, ഈ 10-200 രൂപയ്ക്കൊക്കെ കിട്ടുന്ന അത്യാവശ്യം നല്ല തെർമോമീറ്റർ ഉണ്ട്, അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് വയ്ക്കുക. പിന്നീട് ഇത്തിരി ഇപ്പം വെയിൽ ഇടയ്ക്ക് കിട്ടുവാണെങ്കിലും കുറച്ച് ചുക്കറിയാലോ, ചുക്ക് പൊടിച്ച് വയ്ക്കുക. പിന്നെ കുറച്ച് പനങ്കൽക്കണ്ടം ഉണ്ടല്ലോ, അത് വാങ്ങി വയ്ക്കുക. ഇത്തിരി കാപ്പിപ്പൊടി അല്ലേ, അത് ചിക്കറി ചേർക്കാത്ത കാപ്പിപ്പൊടി കിട്ടും, അപ്പം അത് ആണ് ഏറ്റവും നല്ലത്. അല്ലാതെ ബാക്കിയുള്ള മിക്കവാറും ഈ പരസ്യങ്ങളിൽ കാണുന്ന കമ്പനിയിലൊക്കെ ചിക്കറി ചേർത്തതാണ്, അത് ഇത്തിരി എഫക്റ്റ് ഉള്ളതാണ്. അപ്പം അല്ലാത്തുള്ള കാപ്പിപ്പൊടികളൊക്കെ കിട്ടും, അതൊക്കെ വാങ്ങിച്ച് വയ്ക്കുക. ചില ചുക്ക് കാപ്പിയുടെ പാക്കറ്റ് കിട്ടും, മുതിർന്നവർക്ക് അതൊക്കെ നല്ലതായിരിക്കും. കുട്ടികൾക്ക് ഈ ചെറിയൊരു കാപ്പിപ്പൊടിയുടെ നമുക്ക് ചിക്കറി ചേർക്കാത്തതാണ് ചെറിയതായിട്ടിട്ട്, അല്ലെങ്കിൽ കട്ടനാണെങ്കിൽ പോലും ചെറിയ രീതിയിലൊരു കളർ വരത്തക്ക രീതിയിൽ മാത്രം ഇട്ടിട്ട് പനങ്കൽക്കണ്ടം വെള്ളത്തിൽ കലക്കി, നമുക്കറിയാലോ അരിച്ചാണ് നമ്മൾ ചെയ്യുക, അങ്ങനെയൊക്കെ കുട്ടികൾക്ക് കുറച്ച് ഒക്കെ കൊടുക്കാം. അല്ലെങ്കിൽ ഈ ചുക്ക് പൊടിച്ചതിൻ്റെ കൂടെ പനക്കൽക്കണ്ടം കൂടെ ചേർത്തിട്ടൊക്കെ ഈ കഫക്കെട്ടോ ഒക്കെ വരുമ്പോഴത്തേക്കും അത് കൊടുക്കാം. പിന്നെ ആവി പിടിക്കാനുള്ള കാര്യങ്ങൾ നമുക്കറിയാലോ. ഞാനിവിടെ ആവി പിടിക്കാന്ന് വെച്ചാൽ നമുക്ക് മെഷീനൊന്നും വെച്ചിട്ടില്ല. ഞാൻ ചായ കുടിക്കുന്നത് അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നതൊക്കെ സ്റ്റീലിൻ്റെ അത്യാവശ്യം നല്ലൊരു പിടിയുള്ള ഒരു കപ്പിലാണ്. അപ്പം അതിലേക്ക് ഞാൻ ഇവിടെ നമ്മൾ കാട്ടുകർത്താവെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. അതെന്താണ് പറയുന്നത്, ഒരു പ്രത്യേകതര ഇലയാണ്, ഒരു സ്മെല്ലുണ്ട്. ആ ഇല, തുളസി ഇല, പനിക്കൂർക്കയുടെ ഇല, പിന്നെ ഇച്ചിരി ഒരു തുള്ളി എന്ന് പറയുമ്പോൾ അതിന് പേരിന് മഞ്ഞൾപ്പൊടി, ഒരു ഇച്ചിരി ഉപ്പ്, അതൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഈ കപ്പിലേക്ക് ഒഴിക്കും. കുട്ടികൾ ഇതൊന്നും തരത്തില്ല, അപ്പോൾ കൈയൊക്കെ പിടിച്ച് വെച്ചിട്ട് ആദ്യം ഞാൻ എൻ്റെ മുഖത്തോട്ട് ചേർത്ത് പിടിക്കും. പിന്നെ നല്ല മണമാണ് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇത്തിരിയൊക്കെ മുഖത്തോട്ട് ആ ഒരു കാറ്റൊക്കെ ചെല്ലും. പിന്നീട് ഇപ്പം കൂടുതൽ ആൾക്കാർക്കായി ആവി പിടിക്കുന്നതിനൊരു പച്ച ഗുളികയുണ്ട്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് നമുക്ക് മുതിർന്നവർക്ക് ഉപയോഗിക്കുന്ന രീതി ഞാൻ പറയാം. ഇത്തിരി ചൂടുവെള്ളത്തിൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഒരു തുള്ളി ഒഴിച്ചിട്ട് അത് നമുക്ക് ആവി പിടിക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു തുണിയിലേക്ക് അതൊന്ന് ഗുളികയൊന്ന് പൊട്ടിച്ചിട്ട് തുണിയിലൊന്ന് തേച്ചിട്ട് മൂക്കിൽ രണ്ടിലും നന്നായിട്ട് ആവി പിടിക്കാം. അപ്പം ഞാൻ കുറേ കണ്ടുപിടുത്തങ്ങൾ നടത്തി വെച്ചിട്ടുള്ളത് പറയാണ്.
അതായത് എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പനി കൂടുതലാകാനായിട്ടുള്ള കാരണം, പനി കുറയാതെ കൂടി പോകാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, നമുക്ക് പനി വരുമ്പോൾ മൂക്കടപ്പുണ്ടാവും. അത് കുട്ടികൾക്കായാലും പനി വരുമ്പോഴും വലിയവർക്ക് വരുമ്പോഴും മൂക്കടപ്പുണ്ടാകും. ഒന്നല്ലെങ്കിൽ മറ്റേ മൂക്ക് ഫുള്ളായിട്ട് നന്നായിട്ട് അടഞ്ഞിരിക്കും, നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പം കുട്ടികൾക്ക് ഈ മൂക്കടപ്പ് വരുമ്പോഴും പനി വരുമ്പോഴും ചൂടിനല്ല, ചൂട് മാത്രമേ ഉള്ളെങ്കിൽ അതിന് പാരസെറ്റമോൾ മാത്രം കൊടുക്കുക. അല്ലാതെ മൂക്കടപ്പ് മൂക്കൊലിപ്പ് ഒക്കെ കുട്ടികൾക്ക് വരികയാണെങ്കിൽ അവർക്ക് മൂക്കിലൊഴിക്കാനുള്ള മരുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിന് 2 ടൈപ്പിൽ മരുന്ന് തന്നിട്ടുണ്ട്. ഒരെണ്ണം ആവശ്യമുള്ളപ്പോൾ നല്ല ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം ഒഴിക്കുക, ഒന്ന് 1 മണിക്കൂർ ഇടവിട്ടൊക്കെ ഒഴിക്കുക എന്നുള്ളതാണ്. കുട്ടികൾ സമ്മതിച്ചില്ലെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ആ മൂക്കിലൊഴിക്കുന്ന മരുന്ന് അത് വലിയ ഇഫക്റ്റുള്ളതൊന്നും അല്ല, അത് 2 മൂക്കിലും കറക്റ്റായിട്ട് ഒഴിക്കുക. അത് ഒഴിക്കുമ്പോൾ അങ്ങനെ കിടത്തിക്കൊണ്ട് ഒഴിച്ചാൽ കുറച്ച് നേരം അത് അങ്ങനെ തന്നെ കിടത്തുക, അത് ഉള്ളിലേക്ക് പോകണം. ഇത് തന്നെ നമുക്കും ചെയ്യാം, ആ മരുന്നൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ ആവി പിടിക്കുന്ന ആ ഗുളികയാണെങ്കിൽ വളരെ എഫക്റ്റീവാണ്. നന്നായിട്ട് നമ്മൾ ഉള്ളിലേക്ക് ശ്വാസം എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ആ മരുന്നിങ്ങനെ ആ സ്മെല്ലിങ്ങനെ മുകളിലേക്ക് കയറിപ്പോവും. അപ്പം പറയും ഇതൊക്കെ സൈഡ് എഫക്റ്റുള്ള, എല്ലാ മരുന്നിനും എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ട്. പക്ഷേ പനി കൂടി നമുക്ക് വേറെ ഒരുപാട് മരുന്നുകൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നതിലും നല്ലത് ഇത്തിരിയുള്ള എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ആ പനി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മൂക്കടപ്പ് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു വില്ലൻ ഈ പനി സമയത്ത്. ആ മൂക്കടപ്പ് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പനി പതുക്കെ കുറയാൻ തുടങ്ങും. അതിന് വേണ്ടിയിട്ടാണ് ആവി പിടിക്കണമെന്ന് പറഞ്ഞാൽ ആ മൂക്കിൽ ഇരിക്കുന്ന അഴുക്ക് പുറത്തേക്ക് പോരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുക. അപ്പം കുട്ടികൾക്കാണെങ്കിൽ മൂക്ക് ചീറ്റി കളയാനൊന്നും അറിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതിനായിട്ടൊരു തുണി കരുതി വയ്ക്കുക, മൂക്കിലേക്ക് ആ തുണി ഉപയോഗിച്ച് അഴുക്കെല്ലാം മാറ്റി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മളങ്ങ് ചെയ്തണം. ഇച്ചിരി മെനക്കേടുള്ള കാര്യമാണ്, പക്ഷെ അങ്ങനെ തന്നെ ചെയ്യണം. അതുപോലെ തന്നെ മൂക്കിൽ അങ്ങനെ വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ മൂക്കിലേക്ക് മരുന്നൊഴിക്കാവുള്ളൂ. അങ്ങനെ ചെയ്ത് 1-2 ദിവസം എന്തായാലും ആ ഒരു ബുദ്ധിമുട്ട് കാണും. അത് കഴിയുമ്പോൾ പതുക്കെ മാറാൻ തുടങ്ങും. അങ്ങനെ അത് മാറിയില്ലെങ്കിൽ, ആ അഴുക്കെല്ലാം മൂക്കിൽ നിന്ന് കുട്ടികളുടെ പോയില്ലെങ്കിൽ അത് അവിടെ ഉള്ളിലിരിക്കും. ഈ ഒരു പനി മാറും, പിന്നെ അടുത്ത പനി വരും. അങ്ങനെ പനി വന്നുകൊണ്ടിരിക്കും. പിന്നെ അത് ചിലപ്പോൾ ചെസ്റ്റിലൊക്കെ വന്നിട്ട് ഇൻഫെക്ഷൻ ആവും, ചുമയൊക്കെ ഭയങ്കരമായിട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു ചുമയ്ക്ക് തുടക്കം പോലോ അല്ലെങ്കിൽ ഈ മൂക്കടപ്പൊക്കെ കാണുകയാണെങ്കിൽ നമ്മളെ 2-3 ദിവസം നമ്മൾ കാര്യമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം ഈ അഴുക്കെല്ലാം പോകാൻ വേണ്ടിയിട്ട് കുഞ്ഞിൻ്റെ മൂക്കിൽ കൂടെ. അങ്ങനെ 2-3 ദിവസത്തിനുള്ളിൽ പതുക്കെ കുറയാൻ തുടങ്ങും. എന്തായാലും 2 ദിവസം അങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും, അതിനുശേഷം പതുക്കെ കുറയാൻ തുടങ്ങും. അപ്പോൾ നമ്മളായാലും ഈ മരുന്ന് എല്ലാവരും കുറച്ച് പാരസെറ്റമോളൊക്കെ വാങ്ങിച്ച് വയ്ക്കുന്നവരാണ് വീട്ടിൽ. അപ്പോൾ അത് കഴിക്കുക. പാരസെറ്റമോൾ എന്തായാലും കഴിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ അതിൽ തന്നെ ഡോളയുണ്ട്, പിന്നെ ഒന്നുകൂടെ ഉണ്ട് ഞാൻ കഴിക്കുന്ന ആ ഒരു മരുന്ന്. അതായത് ഞാൻ പ്രഗ്നൻസിയിൽ സമയത്ത് എനിക്കൊരു മൂക്കടപ്പൊക്കെ ഉണ്ടായിട്ട് കാൽപോൾ അതാണ് എനിക്ക് കുറിച്ച് തന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞായതിന് ശേഷം പനി വരികയാണെങ്കിൽ, ജലദോഷം വരികയാണെങ്കിൽ ഞാനത് ഉപയോഗിക്കുക. പിന്നെ ഈ മരുന്നുകളൊക്കെ ഞാനീ പറഞ്ഞതൊക്കെ എപ്പോഴും സ്റ്റോക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് വെച്ചിരിക്കും. പിന്നെ വിക്സിൻ്റെ മിഠായി ഉണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടം, കുഞ്ഞിന് ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇച്ചിരി പൊട്ടിച്ച് കൊടുക്കാറുണ്ട്. അപ്പം അതവൾ കഴിച്ചോളും. അങ്ങനെയുള്ള മുട്ടായികളൊന്നും ഞാൻ അങ്ങനെ കൊടുക്കാറില്ല, അത് ഇഷ്ടമാണ്. അപ്പം പനിയുടെയൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ ഇച്ചിരി പൊട്ടിച്ച് ഒരു ചെറിയ കഷ്ണം കൊടുത്താൽ മതി. അതൊക്കെ ആകുമ്പോൾ അവർക്കൊരു മൂക്കിലിനൊക്കെ വായിലോട്ടുമൊക്കെ ആ എഫക്റ്റ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ആശ്വാസമൊക്കെ കിട്ടും. എന്തായാലും നമ്മൾ ഇതിൻ്റെ അപ്പുറം മോശമായിട്ടുള്ള കുറേ ഫുഡുകളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് മിക്കവാറും എല്ലാവരും വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അപ്പം ഈ വിക്സിൻ്റെ ഇച്ചിരി കഴിച്ചെന്ന് പറഞ്ഞൊന്നും അങ്ങനെ വലിയതായിട്ട് സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് എതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ വിദഗ്ധരോട് ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്താലും മതി. ഞാൻ എന്തായാലും എൻ്റെ കുഞ്ഞിന് ഒരു ചെറിയ വിക്സിൻ്റെ ചെറിയ കഷ്ണം മുട്ടായി കൊടുക്കും, ഞാനത് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഞാൻ ചെയ്യുന്നത് പോലെ പിന്നെ മൂക്കടപ്പ് മാറാൻ ഇങ്ങനെ ചെയ്യും. പിന്നെ ആവി പിടിക്കുന്ന ഗുളികയുണ്ട്, അത് വാങ്ങിച്ചിട്ട് ഞാനിങ്ങനെ തുണിയിൽ ഇങ്ങനെ തൂത്തിട്ട് ഇങ്ങനെ കാണിക്കും. കാരണം ഈ മരുന്ന് തന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു മൂക്കടപ്പ് വന്നപ്പം പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഡോക്ടർ എഴുതി തന്നതാണ് ആ ഒരു ടൈമിൽ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും അത് കുഞ്ഞിനും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും എഫക്റ്റീവ് ആവുന്ന രീതിയിൽ മൂക്കിലേക്ക് കൊണ്ടുപോകാറില്ല. എങ്കിലും
ഒന്ന് സ്മെല്ല് ചെയ്യാൻ കൊടുക്കും. അവളൊന്ന് സ്മെല്ല് ചെയ്താൽ മതി, അത് മതി, ആ ഒരു എഫക്റ്റ് അങ്ങോട്ട് ചെയ്യാം. പിന്നെ ആവി പിടിപ്പിക്കും, ഇടയ്ക്കിടയ്ക്ക് ആവി ഇങ്ങനെ കൊടുക്കും. എന്നാലും 2 ദിവസത്തിനുള്ളിൽ ഇതൊക്കെ കുറയാൻ തുടങ്ങും. പിന്നെ മുതിർന്നവർക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ചുക്ക് കാപ്പി കുടിക്കണം. ചുക്ക് കാപ്പി എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന ചുക്ക് കാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വെള്ളം ഞാൻ വെക്കാറില്ല. ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണെങ്കിൽ അതിനെ 1/2 ഗ്ലാസ് ആക്കി മാറ്റുക എന്നുള്ളതാണല്ലോ നമ്മൾ, അപ്പോഴാണ് എഫക്റ്റ് വരുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കര ഉപയോഗിക്കാം, അല്ലെങ്കിൽ കരിപ്പട്ടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, പനം കൽക്കണ്ടം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇതൊക്കെ ഷുഗറിനെ ബേസ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാറ്റാം. ഈ പഞ്ചസാര ഇല്ലാതെ കരിപ്പട്ടി ഉപയോഗിക്കുക, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ചെയ്യുന്നത് ഇതിലെന്തെങ്കിലും കരിപ്പട്ടി അങ്ങനെ ഉപയോഗിക്കാറില്ല. കരിപ്പട്ടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. എൻ്റെ വീട്ടിലമ്മ കരിപ്പട്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നിൽ ശർക്കര ചെറുതായിട്ട് അരിഞ്ഞിട്ട് കലക്കിയിട്ട് ഒന്ന് അരിച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കും. എന്നിട്ട് അല്ലെങ്കിൽ കുഞ്ഞിന് കൊടുക്കാനാണെങ്കിൽ ഞാൻ പനം കൽക്കണ്ടമാണ് ഇടുന്നത്. അതിൻ്റെ കൂടെ ഇത്തിരി തേയില ഇടും, അല്ലെങ്കിൽ കാപ്പിപ്പൊടി ഇട്ടിട്ട് ഇഞ്ചി ഉണ്ടല്ലോ, അത് നമ്മൾ ആദ്യം വെള്ളം വയ്ക്കുമ്പം തന്നെ ഇഞ്ചി ഒരു കഷ്ണം എടുത്ത് ചതച്ചിട്ട് അതതുപോലെ അങ്ങോട്ട് ഇടും. കഴുകണമെങ്കിൽ കഴുകാം കേട്ടോ, കഴുകിയിട്ട് അപ്പോൾ അതിൻ്റെ എഫക്റ്റ് പോവില്ല. എന്നിട്ട് അതങ്ങനെ തിളയ്ക്കണം. ആദ്യം തൊട്ടേ ആ വെള്ളത്തിൽ കിടന്ന ആ ഇഞ്ചിയുടെ ആ സത്ത് ഇറങ്ങണം. അതിനൊപ്പം തന്നെ കുരുമുളക് പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി അതിനകത്തിൽ ചേർക്കുക. കുഞ്ഞുങ്ങൾക്ക് കൂടെ കൊടുക്കാനാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള പാകത്തിൽ ചെയ്താൽ മതി. മുതിർന്നവർക്ക് മാത്രമാണെങ്കിൽ ഇച്ചിരി എഫക്റ്റ് കൂടുതലായാലും കുഴപ്പമില്ല, കുരുമുളക് ചേർക്കണം. പിന്നെ ഒരു ഇത്തിരി പേരിനാണെങ്കിൽ ഒരു ചെറിയൊരു രീതിയിൽ പേരിന് മാത്രമുള്ള മഞ്ഞൾപ്പൊടി ഒന്നും ഇടല്ല, നമ്മളൊരു നുള്ള് എന്ന് പറയുന്ന രീതിയിൽ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ അത്രയും ചെയ്ത് ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. വലിയ തീയിൽ വയ്ക്കില്ല, ചെറിയ തീയിൽ അങ്ങനെ ഇരുന്ന് തിളയ്ക്കട്ടെ. കുറച്ചധികം നേരം തിളച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ സത്ത് ചേർന്ന ഒരു മിശ്രിതം നല്ലതായിട്ട് കിട്ടും. അത് ചൂടോടുകൂടി കുടിക്കുക എന്നുള്ളതാണ്. ഇപ്പം ചായ എന്താ പറയുക, ഗ്ലാസ്സിൽ കുടിക്കുന്നവരുണ്ട്. ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള ചായ, അതായത് പനിയുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള ചായകൾ കുടിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ പനിയുള്ള സമയത്ത് ചൂടുള്ള എന്ത് സാധനം നമ്മൾ കുടിച്ചാലും സ്റ്റീൽ ഗ്ലാസ്സിൽ മാക്സിമം കുടിക്കാൻ നോക്കുക. കുപ്പി ഗ്ലാസ് അപ്പോഴത്തേക്കും ഒഴിവാക്കുന്നതാണ് നല്ലത്. അതിലൊന്ന് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്റ്റീൽ ഗ്ലാസ്സിൽ ചൂട് ഒരുപാട് നേരം നിലനിൽക്കും. അപ്പോൾ ആ ഒരു ചൂട് നമുക്ക് വെള്ളത്തിനും ഇങ്ങനെ നിൽക്കും. അപ്പം ആ സ്റ്റീലിൻ്റെ ആ ചൂട് അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എന്താണ്, സ്വാഭാവികമായിട്ടും തണുക്കാനുള്ള താമസം ഉണ്ടാവും. പിന്നെ ഈ കാപ്പി കുടിക്കുമ്പോൾ ആ ചൂട് അല്ലെങ്കിൽ ആ വരുന്ന ആവി നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്നതും നല്ലതാണ്. അപ്പം നന്നായിട്ട് തിളപ്പിച്ചത് കൊണ്ടുവന്ന് ആറിച്ചതിന് ശേഷം, അതായത് ആറ്റുന്നതിന് ശേഷം ചൂട് കുറച്ചിട്ട് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് എന്താണ്, ആ ആവി നമ്മുടെ കയ്യിൽ തന്നെ ഗ്ലാസ് പിടിച്ചുകൊണ്ട് ആ ആവി നമ്മുടെ മുഖത്തേക്ക് തട്ടുന്ന രീതിയിൽ ഗ്ലാസ് പിടിക്കുക. അപ്പോൾ അതിനൊക്കെ നല്ലത് ചെറിയൊരു കപ്പ് തന്നെയാണ്, സ്റ്റീലിൻ്റെ കപ്പ് വാങ്ങി. അപ്പോൾ ആ പിടിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആറിക്കുന്നതിന് പകരം നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഊതുമ്പോൾ ആ വരുന്ന ആവി നമ്മുടെ മുഖത്തേക്ക് തട്ടും. ഇതൊക്കെ നമ്മുടെ കണ്ണിന് അല്ലെങ്കിൽ പുരുകത്തിൻ്റെ ഭാഗത്തൊക്കെ കഫക്കെട്ടൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, മൂക്കടപ്പ്. അതിനൊക്കെ ഇങ്ങനെ ആവി അടിക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ആ ചൂടോടുകൂടി തന്നെ ചെയ്യുക. പിന്നെ ദേഹത്തൊന്നും വീഴ്ത്തരുത് എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കണം. കുട്ടികളടുത്തുണ്ടെങ്കിൽ അവരുടെ ദേഹത്തൊന്നും വീഴാത്ത രീതിയിൽ നമ്മളങ്ങനെ പതുക്കെ ആസ്വദിച്ച് കുറച്ച് നേരം എടുത്ത് ആ ചായ, അതായത് ഈ പറഞ്ഞ ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുള്ള ചായ കുടിക്കാം. അതായത് ചുക്ക് കാപ്പി എന്ന് പറയുന്ന സംഭവം, ഈ ഇഞ്ചിയാണ് എഫക്റ്റ് കൂടുതൽ. ഇല്ലെന്നുണ്ടെങ്കിൽ ചുക്കുപൊടിയൊക്കെ ചേർക്കാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കുടിക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ തൊണ്ടവേദനയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ കാപ്പി കുടിക്കുന്ന സമയത്ത് തൊണ്ടയ്ക്കൊന്ന് സ്റ്റക്ക് ചെയ്തിട്ട് ഒന്ന് പിടിച്ച് വെച്ചിട്ട് പതുക്കെ തൊണ്ടയിൽ നിന്ന് താഴേക്ക് വെള്ളം ഇറക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മൾ വായൊന്നും പൊള്ളിക്കില്ല. ആ ഒരു ചൂട് നമുക്കറിയാലോ, നമുക്ക് എത്ര ചൂട് സഹിക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു ചൂട് നിലനിർത്തിക്കൊണ്ട് പതുക്കെ തൊണ്ടയ്ക്ക് ആ ചൂട് നിലനിർത്തി താഴേക്ക് വെള്ളം ഇറക്കുക എന്നുള്ളതാണ്. പിന്നെ ഉറപ്പായും തൊണ്ടവേദനയ്ക്ക് അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ മുതൽ ഉപ്പിട്ട് തൊണ്ട ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കണം.
ഉപ്പിട്ട വെള്ളം തൊണ്ടയ്ക്ക് കൊള്ളുക എന്ന് പറയത്തില്ലേ, അങ്ങനെ ചെയ്യണം. അത് തുടങ്ങുമ്പോഴേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളുടെ ആ തൊണ്ടവേദന കൂടത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. ഇതൊക്കെ മെനക്കേടുള്ള കാര്യമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ടവേദന ഉറപ്പായിട്ട് മാറും. അതിനൊരു മാറ്റവും ഇല്ല, അത് ചെയ്യണം. പിന്നെ ചിലർക്ക് ഇതൊക്കെ ആരെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഉണ്ടായിക്കൊണ്ട് കൊടുക്കുന്നതാണ് തലവേദന. നമുക്ക് ആരും ചെയ്തു തരാനില്ലെങ്കിൽ നമ്മൾ തന്നെ അങ്ങ് ചെയ്തേക്കണം. നമ്മുടെ ആരോഗ്യമാണ്. നമ്മൾ കിടന്നു പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പനിയൊക്കെ വരുന്നത് ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പോൾ അതിനെക്കാട്ടിലൊക്കെ നല്ലത് അങ്ങ് ഇച്ചിരി മെനക്കെട്ടങ്ങ് ചെയ്യുന്നതല്ലേ. പിന്നെ ആരെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ, ചെയ്തു തരാനുണ്ടെങ്കിൽ അതും സന്തോഷം. പിന്നെ എന്താഹാരവും ചൂടോടുകൂടി കഴിക്കാം. നിങ്ങൾക്ക് രാവിലെ എന്താ പറയുക, കഞ്ഞി കുടിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ 3 നേരവും നല്ല ചൂട് കഞ്ഞി കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഒറ്റ കാര്യം കൂടെ അതിൽ പ്രധാനമായിട്ടും, ചുമ്മാ ചൂട് കഞ്ഞി കുടിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫാൻ ഉപയോഗിക്കരുത്. ഫാനില്ലാതെ, അതായത് ഫാനിട്ട് റൂമിലിരുന്ന് കഞ്ഞി കുടിക്കരുത്. ഫാനില്ല, ഓഫ് ചെയ്തിട്ട് ടേബിളിൽ വെച്ചിട്ട് ആ ചൂടോടുകൂടി, ഇതുപോലെ തന്നെ തിളച്ച കഞ്ഞി കൊണ്ടുവന്ന് വെക്കുക, ചെറിയ ചൂടോടുകൂടി. അപ്പോഴെല്ലാം നമ്മുടെ ദേഹത്തേക്ക് ആ ആവി ഇങ്ങനെ അടിക്കുകയാണ്. അപ്പം നമ്മുടെ ശരീരത്തിന് നല്ല ഒരു എഫക്റ്റ് കിട്ടും, പനി മാറാനുള്ള സാധ്യത കൂടും. അപ്പോൾ ആ ചൂടോടുകൂടി നമ്മൾ പതുക്കെ ഊതി കഞ്ഞി കുടിക്കുക. ഒരുപാട് എണ്ണയുള്ളതൊന്നും അച്ചാറുകളൊന്നും, ഒരുപാട് എണ്ണയുള്ള അച്ചാറുകളൊന്നും ജസ്റ്റ് ഒരു പേരിന് മാത്രം, നമുക്ക് ആ ടേസ്റ്റ് ഒന്നും തോന്നില്ലല്ലോ. ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് കഴിക്കാം. എണ്ണയൊക്കെ മാക്സിമം ഒഴിവാക്കണം, കാരണം അത് തൊണ്ടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കും എണ്ണ എന്ന് പറയുന്നത്. പിന്നെ ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ വിശ്രമിക്കുമ്പോൾ അതായത് നിങ്ങൾ കിടക്കുന്ന സമയത്തും ഫാൻ ഉപയോഗിക്കരുത്. ഞാനിങ്ങനെയൊക്കെയാണ് എൻ്റെ പനിയെ ചേർത്ത് തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാൻ ഉപയോഗിക്കല്. ഫാൻ ഉപയോഗിക്കാതെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ വിയർപ്പ് വരണം. നമുക്ക് പുതച്ചുകൂടി കിടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പം നമുക്ക് ആ ഒരു വിയർപ്പ് വരും. നമ്മൾ വിയർക്കുമ്പോൾ നമ്മുടെ പനി പതുക്കെ കുറയാൻ തുടങ്ങും. നമ്മളെങ്ങനെ നമ്മളുടെ ശരീരത്തിനെ എങ്ങനെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഈ പനിയും മറ്റും എങ്ങനെ നമുക്ക് കീഴ്പ്പെടുത്താമെന്ന് നമ്മളൊന്ന് റിസർച്ച് ചെയ്ത് നോക്കണം. നമുക്ക് വരുന്ന പനിയുടെ രീതി എങ്ങനെയാണ്, അതിനെ ഏത് രീതിയിൽ പ്രതിരോധിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇല്ലാണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ കണ്ടെത്തണം. നമ്മുടെ കാര്യമാണ്. അപ്പം നമ്മളതിനെക്കുറിച്ചൊക്കെ കണ്ടെത്തി കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ മെനക്കെടണം. കുറേ എന്തുവായാലും ആൻറ്റിബയോട്ടിക് ഇതൊക്കെ തരും മിക്കവാറും ഇപ്പോൾ ഹോസ്പിറ്റലിൽ. അപ്പോൾ ആൻറ്റിബയോട്ടിക്കുകളൊക്കെ കഴിച്ച് നമ്മുടെ ശരീരത്തിന് മോശമാകുന്ന അതും ഇതും മരുന്നുകളൊക്കെ കഴിക്കുന്നതിൽ നല്ലത് പാരസിറ്റമോളൊക്കെ തന്നെ ധാരാളം 3 നേരം കഴിക്കണം എന്നുള്ളതാണ്. അത് കഴിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട പനി പോവും. പിന്നെ ഇതിനപ്പുറത്തേക്ക് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള പനികളൊക്കെ ഉണ്ട്, നമ്മുടെ കയ്യിൽ നിൽക്കാത്ത. അത് നമുക്ക് സാധാരണ പനി വരുന്നതിനെക്കാട്ടിലും നമ്മൾ ഒരുപാട് തളർത്തും. നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് മനസ്സിലാവും ഇതൊന്നും സാധാ പനിയല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് മാറുന്നില്ല എന്നൊക്കെയുള്ള ഇത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കാണണം. അതിൻ്റെ മടിയും വിചാരിക്കില്ല. ഇത് ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ ചെറിയ പനികളോ അല്ലെങ്കിൽ ജലദോഷമൊക്കെ വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മാറാനുള്ളതാണ്. പിന്നെ മറ്റ് അസുഖങ്ങളൊക്കെ ഉള്ളവർ ഒരു കാരണവശാലും വീട്ടിലെ ചികിത്സ എന്നുള്ള രീതിയിൽ ഇരിക്കരുത്. നമ്മളുടെ ആരോഗ്യാവസ്ഥ നമ്മളെപ്പോഴും മനസ്സിലാക്കണം. മറ്റ് അസുഖങ്ങളൊക്കെ ഉള്ളവർ എത്രയും പെട്ടെന്ന് പനിയോ മറ്റു ബുദ്ധിമുട്ടുകളോ വന്നു കഴിഞ്ഞാൽ ഡോക്ടറിനെ കാണണം. അതുപോലെ തന്നെ പോയി ഇന്ന അസുഖമെന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യൽ. നമ്മുടെ ആരോഗ്യസ്ഥിതി നമ്മളാണ് മനസ്സിലാക്കി നമ്മൾ വേണം മുൻകൈ എടുത്ത് ഹോസ്പിറ്റലിൽ പോകാനും ഡോക്ടറിനെ കാണാനും മരുന്ന് വാങ്ങിക്കാനും കഴിക്കാനും ഒക്കെ. ഓക്കെ, ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പ്രായത്തിൽ ഞാൻ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാം. പിന്നെ താൽക്കാലികമായിട്ടുള്ള ആശ്വാസം നമുക്കിങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരാശ്വാസം കിട്ടുമ്പോൾ നമുക്ക് എണ്ണീറ്റ് പോലും നടക്കാൻ വയ്യാത്ത അവസ്ഥയാണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്തതിന് ശേഷം ഡോക്ടറിനെ പോയി കാണും. കുറയുന്നില്ലെങ്കിൽ അപ്പോഴേ പോകണം, അല്ലാതെ വെച്ചുകൊണ്ടിരിക്കല്ലോ ഒരു പനിയും. ഇനി അങ്ങോട്ട് പലതരത്തിലുള്ള പേരിലുള്ള കുറേ പനികൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കരുതലോടുകൂടി ഇരിക്കുക അല്ലേ. പിന്നെ തണുപ്പ് ആണ്. പിന്നെ വെള്ളം എപ്പോഴും നന്നായി തിളപ്പിച്ച് ആറിച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. പഴകിയ ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത്. ഒരുപാട് ഫ്രൂട്ട്സൊന്നും ഈ സമയത്ത് കഴിക്കാൻ പാടില്ല. എല്ലാത്തിനും ഒരു പരിധി വെച്ച് വേണം മുന്നോട്ട്
പോകുവാൻ. ഓക്കെ.